ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു കിടിലൻ പാൽക്കപ്പ ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ കുറച്ച് കാന്താരി, ചെറിയുള്ളി ഇത്ര ഇട്ടിട്ട് ഇടികല്ലിൽ നന്നായിട്ട് ചതച്ചെടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് 2 വിസിലോളം കുക്കറിൽ അടുപ്പിച്ച കപ്പ അതിൻ്റെ അകത്തേക്ക് ഇട്ട് രണ്ടാം പാല്, അതായത് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലും നമ്മൾ ഈ ചതച്ച് വെച്ച മിക്സും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി ഉടച്ചെടുക്കണം കേട്ടോ. പിന്നെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി കറിവേപ്പിലയും കൂടി ഇടാൻ മറക്കല്ലേ. നന്നായിട്ട് ഇളക്കി ഉടച്ചെടുക്കണേ. ഈ ഉടഞ്ഞ് വന്ന് അത് വെന്ത് വന്ന് ഏകദേശം ഒന്ന് വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതും നന്നായി ഇളക്കി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് വറവിടണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും ചെറിയുള്ളിയും അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് ചെറുള്ളി ഒരു ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുത്തിട്ട് നമുക്കിത് വറവിടാം കേട്ടോ. അപ്പോൾ ഇനി ഇളക്കിയെടുത്ത കിഡിലൻ കപ്പ റെഡി ആയിട്ടുണ്ട്. ഈ കപ്പയുടെ കൂടെ കൂട്ടാൻ നല്ല മത്തി സൂപ്പറായിരിക്കും അല്ലേ. അതിന് കൂട്ടാൻ വേണ്ടിയിട്ടേ ഒരു സ്പെഷ്യൽ മത്തി ഫ്രൈഡ് റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, ഇവിടെ ടാഗ് ചെയ്യാവേ. അപ്പോൾ ബൈ ഗൈസ്.